ഹലോ സൺവീസ് വേൾഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ക്ലോത്ത് ബാഗ് കൊണ്ട് എങ്ങനെ പൂക്കൾ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കവർ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് മുറിച്ച് കൊടുക്കണം. ഞാനിവിടെ 5 സെൻറ്റിമീറ്റർ വീതിയും നീളമുള്ള പീസുകളായിട്ടാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് ആ വശം മാത്രം ഒന്ന് ലൈറ്റർ വെച്ചൊന്ന് ഉരുക്കി കൊടുക്കണം. ഇതാ ഇപ്പോൾ ഇതേപോലെ കിട്ടും. അതിനുശേഷം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ലെവലായിട്ടൊന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതേപോലെയാണ് അപ്പോൾ കിട്ടുക. ഇത് ഇതേപോലെ തന്നെ മടക്കിയിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതേപോലെ മടക്കി കൊടുക്കണം. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫ്ലവറിൻ്റെ ഓരോ ഇതളുകളും ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഇവിടെ ഒന്ന് ഉരുക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഞാൻ കുറച്ചിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഫ്ലോറൽ കമ്പി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് കട്ടാക്കി കൊടുക്കാം. ഇതേപോലെ പീസുകളായിട്ട് മുറിക്കണം. അത് ഗ്രീൻ ടേപ്പ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഗ്ലൂ ഗൺ ഇല്ലാത്തവർക്ക് പശ കിട്ടും മേടിക്കാനായിട്ട് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ. ഞാനിവിടെ 5 ഇതളുകളാണ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറകിലായിട്ട് കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്നും ഇതേപോലെ എടുത്ത് ഇങ്ങനെ പിരിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അലൂമിനിയം കമ്പി കൂടി എടുക്കുന്നുണ്ട്. അത് ഇതേപോലെ വെച്ചിട്ട് ചുറ്റി കൊടുക്കാം ഗ്രീൻ ടേപ്പ് കൊണ്ട്. ഇങ്ങനെയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. എളുപ്പമാണ് ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ ഫ്ലവർ എല്ലാം ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.